മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രമേശ് ചെന്നിത്തല തൂഫാൻ തള്ളുമായിട്ട് ഇക്കഴിഞ്ഞ മണിക്കൂറിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ചെന്നിത്തല എപ്പോ തൂഫാൻ തള്ളുമായിട്ട് രംഗത്തെത്തിയാലും അപ്പൊ തന്നെ BJP-യുടെ MLA BB ഗോപകുമാർ പറഞ്ഞത് ഒന്ന് ഓർത്താൽ മാത്രം മതി. നമുക്കതിവിടെ കൊടുക്കാം. അതിനു മുമ്പായിട്ട് ഇക്കഴിഞ്ഞ മണിക്കൂറിൽ തൂഫാൻ തള്ള് എന്താണ് എന്നൊന്ന് കേട്ടു നോക്കാം. ഓപ്പറേഷൻ തൂഫാൻ 42 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരളത്തിൽ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനുള്ള കേരള സർക്കാരിന്റെ ഈ നീക്കം ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. തലമുറകളെ തകർക്കുന്ന ഈ വിധ്വംസക ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരും. മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് കേരള ഗവൺമെന്റ് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ട് ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട്. കർണാടക മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. നാളെ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കാണും. ഇനിയുള്ള ദിവസങ്ങളിൽ ആന്ധ്ര, തെലങ്കാന, പുതുശ്ശേരി മുഖ്യമന്ത്രിമാരെ കാണും. എല്ലാവരുടെയും സഹായം ഞങ്ങൾ തേടുകയാണ്. കേരളത്തെ രക്ഷിക്കാൻ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അടിയന്തരമായ ആവശ്യം. നിങ്ങൾ കേട്ടില്ലേ? ഇതൊക്കെ എത്രത്തോളം ഗിമ്മിക്കാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിലിടലാണ് എന്നുള്ളതൊക്കെ വിവേകത്തോടു കൂടി മലയാളി ചിന്തിച്ചാൽ കൃത്യമായ ഉത്തരം കിട്ടും. അതിനുള്ള ഉത്തരം BB ഗോപകുമാർ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കിവിടെ മുന്നോട്ട് വെക്കാം. പിന്നെ പറഞ്ഞല്ലോ, തമിഴ്നാട് തൊട്ടടുത്ത സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെയൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് കേരളത്തെ രക്ഷിക്കാൻ എന്ന്. കേരളത്തെ രക്ഷിക്കാൻ അയൽ സംസ്ഥാനത്തേക്ക് പോയാൽ പോരാ, കുറച്ചുകൂടി അപ്പുറത്തേക്കൊന്ന് നീട്ടിപ്പിടിക്കുക. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന ഒരു സംസ്ഥാനമുണ്ട്, ഗുജറാത്ത് എന്ന പേര്. ആ ഗുജറാത്തിലേക്കൊന്ന് രമേശ് ചെന്നിത്തല പോകണം. നമ്മുടെ കേരളത്തിലെ ജനങ്ങളോട് ആത്മാർത്ഥതയോടുകൂടിയാണ് തൂഫാൻ തൂഫാൻ എന്ന് വിളിച്ചു പറയുന്നത് എങ്കിൽ അവിടെ പോയാൽ അറിയാൻ സാധിക്കും, അവിടെ മദ്യം പോലും നിരോധിച്ചതാ. ഗുജറാത്തില് മദ്യം നിരോധിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഇവരുടെ ഈ തൂഫാന്റെ ആത്മാർത്ഥത എത്രത്തോളമാണ് എന്നുള്ളത് BB ഗോപകുമാർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു. സാർ, ഈ ഇടക്കാല ബഡ്ജറ്റ് കൊണ്ടുവന്നതിന് ഒറ്റ ഉദ്ദേശമുള്ളൂ: മദ്യനികുതി കുറയ്ക്കണം. ഇത് ഒരു DKBD ലീഡാണ്. കർണാടക മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഡീല് മദ്യനയത്തെ സംബന്ധിച്ച്. എന്നാൽ കർണാടക ഗവൺമെന്റ് ആൽക്കഹോൾ ഇൻ ബിവറേജ് അവരുടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുവന്നു, വീര്യം കുറഞ്ഞ മദ്യത്തിന് വില കുറയ്ക്കാൻ. ഇവിടെയോ റെഡി ടു ഡ്രിങ്ക്. അവർ രണ്ടും സമാനമാണ്. വലിയൊരു ഏർപ്പാട് ഇവിടെ നടന്നിട്ടുണ്ട്. ആ ബഡ്ജറ്റില് എവിടെ ചർച്ച നടത്തിയിട്ട്, ഏത് മുന്നണിയിൽ ചർച്ച നടത്തിയിട്ട്, ഏത് ക്യാബിനറ്റിൽ ചർച്ച നടത്തിയിട്ട്, ഏത് നിയമസഭാ കമ്മിറ്റിയിൽ ചർച്ച നടത്തിയിട്ടാണ് ഈ നികുതി കുറച്ചത്? അതിന്റെ പിന്നില് വലിയൊരു അഴിമതിയുണ്ട്. ആ അഴിമതിയാണ് നമ്മൾ അന്വേഷിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇടക്കാല ബഡ്ജറ്റിൽ ഇത്ര ധൃതി പിടിച്ച് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒപ്പം ഇവിടെ വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട ഓപ്പറേഷൻ കൊടുങ്കാറ്റ് ഈ നയം നടപ്പിലാക്കിയപ്പോൾ അത് ഓപ്പറേഷൻ ഇളങ്കാറ്റായി മാറി. വലിയ പ്രചാരം കൊടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പദ്ധതിയെ അതിനെ തുരങ്കം വെക്കാൻ കൂടിയിട്ടാണ് ഇത്തരം പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള വലിയ അഴിമതി നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് കർണാടക സംസ്ഥാനത്തില് ബഡ്ജറ്റിൽ ഇങ്ങനെ നീതി, അതിന്റെ ചുവട പിടിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ ധനാഭ്യർത്ഥന ബിൽ വേണമെങ്കിൽ ഈ നികുതി വയോജനക്ഷേമത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടെ കൊട്ടിഘോഷിക്കപ്പെട്ട ഇൻഷുറൻസ് പദ്ധതികൾക്കോ വേണ്ടി ഉപയോഗിക്കാമായിരുന്നല്ലോ. ഒറ്റ നികുതി മാത്രമാണ് ഏറ്റവും അധികം കുറച്ചത്, മദ്യത്തിന്റെ നികുതി. അതുകൊണ്ട് തന്നെ ഈ ധനാഭ്യർത്ഥന എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിന്റെ പൊതുവികാരം മാനിച്ചിട്ടുള്ളതല്ല. നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് UDF സർക്കാർ എന്ന് വ്യക്തമാക്കിയല്ലേ BB ഗോപകുമാർ തെളിവ് സഹിതം ഈ വിളിച്ചു പറഞ്ഞത്. അതായത് ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തല തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാക്കും ഇങ്ങനെയാക്കും, ഞങ്ങൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്, കേരളത്തെ രക്ഷിക്കണം എന്നൊക്കെ പറയുന്ന അതേ സമയത്ത് ആ കൊടുങ്കാറ്റ് ഇളങ്കാറ്റാക്കി VD സതീശൻ മറുഭാഗത്തുണ്ട്. എന്താണ് UDFന്റെ നിലപാട്? എന്താണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചിരിക്കുന്നു. അതായത് UDF സർക്കാർ ഒരു ഭാഗത്ത് പറയാണ്
ഞങ്ങൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതിയും കുറച്ചിരിക്കുന്നു. നിങ്ങൾ ഇനി വളരെ വീര്യം കൂടിയതൊന്നും വേണ്ട, നിങ്ങൾ വീര്യം കുറഞ്ഞത് കുടിക്കൂ, ഞങ്ങൾ അതിന് നികുതിയും കുറച്ചിട്ടുണ്ട്, നിങ്ങൾ ഇനിയും കുടിയന്മാരാവൂ എന്നല്ലേ UDF നിരന്തരം ഒരു ഭാഗത്ത് വിളിച്ചു പറയുന്നത്. അപ്പോ അപ്പുറത്ത് നിന്ന് മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് ആഭ്യന്തരമന്ത്രി തൂഫാൻ എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? ലളിതമായിട്ട് ഓരോ മലയാളിയും ചിന്തിക്കൂ. നിങ്ങൾ അയൽ സംസ്ഥാനത്തേക്കല്ല, ഗുജറാത്തിലേക്ക് പോകണം. അവിടെ മദ്യം പോലും നിരോധിച്ചതാ. അതെത്ര വർഷങ്ങളായിട്ട് ഒന്ന് പരിശോധിക്കണം. അല്ലാതെ തൊട്ടടുത്ത അയൽ സംസ്ഥാനത്തേക്ക് പോയി, കർണാടകയിലേക്ക് പോയി ഡീൽ ഉണ്ടാക്കരുത്. ഡീലാണിപ്പോ നടന്നത് എന്നാണ് BB ഗോപകുമാർ കൃത്യമായിട്ട് പറഞ്ഞത്. പിന്നെ VD സതീശൻ തന്നെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞതല്ലേ, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കുന്നതിലൂടെ ഇടത് സർക്കാർ കോടികൾ പാർട്ടി ഫണ്ട് വാങ്ങാൻ നിൽക്കുന്നു, തട്ടിപ്പ് നടത്താൻ നിൽക്കുന്നു എന്നൊക്കെ ഇതേ VD സതീശൻ പ്രതിപക്ഷ നേതാവായ സമയത്ത് വിളിച്ചു പറഞ്ഞതല്ലേ. അപ്പൊ അതേ പ്രതിപക്ഷ നേതാവ് ഇപ്പോ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ ഇതേപോലെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുമ്പോ ഒരു ഡീൽ, കോടികൾ ഇടതുപക്ഷം ചോദിക്കൽ തുടങ്ങി. എത്ര കിട്ടി എന്ന് പറയൂ എന്ന ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ് MP രാജേഷ് ചോദിക്കുന്നത്. എത്ര കിട്ടി എന്ന് ഈ ഇടപാടിൽ, കാരണം അവർക്കറിയാൽ ഇടപാട് നടന്നാൽ കിട്ടും എന്നുള്ളത്. അത് പ്രതിപക്ഷ നേതാവ് തന്നെ, ഈ പറയുന്ന കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ, ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെ അന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയാം. രമേശ് ചെന്നിത്തലയ്ക്ക് ആളുകളുടെ കണ്ണിൽ പൊടിയിടല്ലേ. ഒരു തട്ടിപ്പ് നടത്താൻ വേണ്ടിയാണോ തൂഫാൻ എന്ന് ആദ്യമേ ഇവർ പൊക്കിപ്പിടിച്ചിരുന്നത്? ഇത് മലയാളികൾ വിവേകത്തോടു കൂടി ചിന്തിക്കണോ? ഇവിടെ മദ്യത്തിന് ഇളവ് കൊടുത്ത് നികുതി കുറച്ച് എന്താണ് നിങ്ങൾ കുറഞ്ഞ പൈസക്ക്, നിങ്ങൾ കുറഞ്ഞ പണം ചെലവാക്കിയിട്ട് നിങ്ങൾ കുടിയന്മാരാവൂ എന്നല്ലേ UDF ഉളുപ്പില്ലാതെ വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്? എന്നിട്ട് മറ്റൊരു ഭാഗത്ത് PR വർക്കിന്റെ പരസ്യത്തിന്റെ പണം കൊടുത്തിട്ടാണെന്നറിയില്ല, ഒപ്പന പോലും കളിച്ച ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇനി പണമൊന്നും കൊടുത്തിട്ടല്ലെങ്കിൽ ആ സാധുക്കളെയും ഈ പറയുന്ന ചെന്നിത്തലയൊക്കെ വഞ്ചിക്കൽ. ഒരു ഭാഗത്ത് തൂഫാൻ 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 എന്ന് പറഞ്ഞ് തള്ളി മറിക്കുക, മറുഭാഗത്ത് നികുതി മദ്യത്തിന് കുറച്ച് കുടിയൂ. എന്താ അവസ്ഥ? UDF എന്താണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുക? ഇവര് ഒരു ഭാഗത്ത് തൂഫാൻ പൊക്കി പിടിക്കുന്നത്, മറുഭാഗത്ത് തട്ടിപ്പ് നടത്താനാണോ, കട്ടുമുടിക്കലിനാണോ? അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രി ഇടത് സർക്കാരിനോട് പറഞ്ഞതാ, നിങ്ങള് തട്ടിപ്പ് നടത്താനല്ലേ, പണം ചാക്കിലാക്കാനല്ലേ, പണം വാങ്ങാനല്ലേ നികുതി കുറയ്ക്കുന്നത്. അപ്പൊ അതേ മുഖ്യമന്ത്രി നികുതി കുറയ്ക്കുമ്പോ എന്താ ഇതിനൊന്നോ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മത്സരിച്ച് സതീശനെതിരെ പറയാത്തത്? പിണറായി വിജയനാകുമ്പോൾ മാത്രം മതിയോ? ഇടതായാലും വലതായാലും കാക്കുമ്പോൾ ഒരുപോലെ പറയണം. തൂഫാൻ ഒരു തട്ടിപ്പ് പോലെയാണ് UDF സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കൃത്യമായിട്ട് സഭയിൽ തന്നെ BJP MLA പറഞ്ഞതും ജനങ്ങളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി ആ തൂഫാൻ തള്ളു തുടങ്ങുന്നതിന് മുമ്പ് ആ നികുതി കുറച്ചതൊക്കെ ഒന്ന് നിർത്തലാക്കാൻ ആദ്യം ശ്രമിക്കൂ.